ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അവർ പറയാറുണ്ട് വലിയ സെൻറ്റൻസസ് ഒന്നും നമ്മളെ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല, അപ്പോൾ ചെറിയ സെൻറ്റൻസസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് സംസാരിച്ച് തുടങ്ങാൻ ശ്രമിക്കാം എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് കുറേ നാൾ മുമ്പ് തുടങ്ങി നമ്മൾ കുട്ടി ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അറിയാം എന്താ കുട്ടി ഇംഗ്ലീഷ് എന്നുള്ളത്? 2-3 വേർഡ്സ് കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ചെറിയ സെൻറ്റൻസസ്, ഫ്രേസസിനെയൊക്കെയാണ് നമ്മൾ കുട്ടി ഇംഗ്ലീഷ് എന്ന് പറയാറ്. കുട്ടി ഇംഗ്ലീഷിൻ്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ വളരെ ഈസി ആയിട്ട് അത് യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റും. പതിയെ പതിയെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ട്രാക്കിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 25 കുട്ടി ഇംഗ്ലീഷാണ്. എങ്ങനത്തെ ഇംഗ്ലീഷാണ്? കുട്ടി ഇംഗ്ലീഷാണ്. ഓക്കെ, ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, 25 സെൻറ്റൻസും നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചാൽ, ഓക്കെ, ഒന്ന് എഴുതിയെടുത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ പറ്റും. ഓക്കെ, അതുപോലത്തെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള 25 കുട്ടി സെൻറ്റൻസ്. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ? ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോവാം. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അലാം വെക്കി. അലാം വെക്കി ഇല്ലേ? നമ്മൾ ചിലർ അലാറാം വെക്കി എന്നൊക്കെ പറയും. അൽറാം എന്നൊന്നല്ല പറയുക, അലാറാം എന്നൊന്നല്ല പറയുക, അലാം എന്നാണ് പറയുക. ഓക്കെ, അലാം വെക്കി എന്നെങ്ങനെയാണ് പറയുക? നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി. സെറ്റ് യുവർ അലാം. ഓക്കെ, സെറ്റ് യുവർ അലാം. ഓക്കെ, നീ നിൻ്റെ അലാം വെക്കി. സെറ്റ് യുവർ അലാം. അപ്പം മക്കളോടൊക്കെ, ഭാര്യയോട്, ഭർത്താവിനോടൊക്കെ ഇന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ, സെറ്റ് യുവർ അലാം. സെറ്റ് യുവർ അലാം. ഓക്കെ, അലാം വെക്കും. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം കേട്ടോ. നമ്മൾ കുട്ടികളോടൊക്കെ രാവിലെ പറയും, ദേ നിൻ്റെ ഉച്ചഭക്ഷണമൊക്കെ ഒന്ന് പൊതിഞ്ഞ്, ഉച്ചഭക്ഷണമൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് എന്നൊക്കെ പറയല്ലേ. കുഞ്ഞുങ്ങളെ കൊണ്ട് അത്തരം ജോലികളൊക്കെ നമ്മൾ പതുക്കെ ചെയ്യിപ്പിച്ച് തുടങ്ങണമെന്നാണ് പറയുക. ഓക്കെ, കുഞ്ഞുങ്ങളോട് ഉച്ചഭക്ഷണം ഒന്ന് ഒരുക്കി വെക്കാനായിട്ട് പറയാണ്, അല്ലെങ്കിൽ അവരൊന്ന് പാക്ക് ചെയ്യാനായിട്ട് പറയാണ്. അല്ലെങ്കിൽ ഭർത്താവിനോട്, ഭാര്യയോട്, ആരോട് വേണമെങ്കിലും നിങ്ങൾക്കിത് പറയാം. എങ്ങനെ പറയാം? പാക്ക് യുവർ ലഞ്ച്. എങ്ങനെ പറയാം? പാക്ക് യുവർ ലഞ്ച്. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, പാക്ക് യുവർ ലഞ്ച്. ഇനി നമുക്ക് മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. ചെടി നനയ്ക്കൂ. ചെടി നനയ്ക്കൂ. ചെടി നനയ്ക്കൂ എന്ന് എങ്ങനെ പറയാം? വാട്ടർ ദി പ്ലാന്റ്. വാട്ടർ ദി പ്ലാന്റ്. ഓക്കെ, ചെടി നനയ്ക്കൂ എന്ന് എങ്ങനെ പറയാം? വാട്ടർ ദി പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചെടി നനയ്ക്കാനായിട്ട് ഇങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു, എങ്ങനെ? വാട്ടർ ദി പ്ലാന്റ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം കേട്ടോ. നമ്മൾ നായയെ നടത്താൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഡോഗിനെ നടത്താൻ കൊണ്ടുപോകും എന്ന് പറയാണ്. അപ്പോൾ ലീഷൊക്കെ വെച്ചിട്ട് ഒന്ന് വാക്കിങ്ങിന് കൊണ്ടുപോകാനായിട്ട് പറയാണ്. എങ്ങനെ പറയാം? സിമ്പിളായിട്ട് പറയാം, വോക്ക് ദ ഡോഗ്. ഓക്കെ, വോക്ക് ദ ഡോഗ്. എങ്ങനെ പറയാം? വോക്ക് ദ ഡോഗ്. ഇന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ രാവിലെ ഭർത്താവിനോട്, ഭാര്യയോടൊക്കെ നമ്മൾ പറയണം, അല്ലെങ്കിൽ മക്കളോട് പറയണം, ഇന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. ഓക്കെ, ഡ്രൈവ് കെയർഫുള്ളി ടുഡേ. ഡ്രൈവ് കെയർഫുള്ളി ടുഡേ. എങ്ങനെ പറയാം? ഡ്രൈവ് കെയർഫുള്ളി ടുഡേ. നന്നായിട്ട് ശ്രദ്ധിച്ച് ഇന്ന് വാഹനം ഓടിച്ചോളൂ. ഇങ്ങനൊരു വിഷു കൊടുത്താൽ നല്ലതാണ് അല്ലേ? രാവിലെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വാഹനം എടുത്ത് ഇറങ്ങുമ്പോൾ അവരോട് പറഞ്ഞാൽ നല്ലതാണ്, ഡ്രൈവ് കെയർഫുള്ളി ടുഡേ. ഓക്കെ, ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞോളൂ കേട്ടോ. നമ്മളിനി 6ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, നമ്മളിപ്പോൾ വീട്ടിലേക്ക് ഗ്രോസറീസ് ഒക്കെ മേടിക്കാനായിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ചറപറ പറയണം. അപ്പോൾ നമ്മൾ പറയണം, നിങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഇനി ഗ്രോസറി മേടിക്കുന്നതിന് മാത്രമല്ല, എന്തൊരു കാര്യത്തിലും ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ 3 വേർഡ് മതി. മേക്ക് ദ ലിസ്റ്റ്. ഓക്കെ, നമുക്ക് പറയാം ഇങ്ങനെ, മേക്ക് ദ ലിസ്റ്റ്, മേക്ക് ദ ലിസ്റ്റ്. ഓക്കെ, എന്തിനാ ഇങ്ങനെ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം? മേക്ക് ദ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, മേക്ക് ദ ലിസ്റ്റ്. നിൻ്റെ ബില്ലുകൾ അടയ്ക്കും. അപ്പോൾ നമുക്ക് പിന്നെ KSCBയുടെയോ അല്ലെങ്കിൽ ഫോണിൻ്റെയൊക്കെ ബില്ല് വന്ന് കിടക്കുന്നുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ സുഹൃത്തിനോട് അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് പറയാണ്, ആ ബില്ലൊന്ന് അടച്ച്, ആ ബില്ല് അടക്കി എന്ന് പറയാണ്. ഓക്കെ, എങ്ങനെ പറയാം? നിന്റെ ബില്ല് അടക്കി എന്ന് പറയാണ്, പേ യുവർ ബിൽ. ഓക്കെ, എന്താ പറയാ? പേ യുവർ ബിൽ. എങ്ങനെയാണ് പറയുന്നത്? പേ യുവർ ബിൽസ്. ഓക്കെ, പേ യുവർ ബിൽസ്. ഓക്കെ, നിന്റെ ബില്ലുകൾ അടയ്ക്കൂ. പേ യുവർ ബിൽസ്. ഒരു വിശ്രമമൊക്കെ എടുക്കുക, ഒരു അവധി എടുക്കുക എന്ന് പറയണം. ഒരു ക്ഷീണമാണ്, വയ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയണം, ഒരു അവധിയൊക്കെ എടുക്കുക, ഒരു ബ്രേക്കൊക്കെ എടുക്കുക. അല്ലെങ്കിൽ ജോലി ചെയ്ത ഒരു 10 മിനിറ്റ് ഒരു ബ്രേക്കൊക്കെ എടുത്ത് എന്ന് പറയാം. ഓക്കെ, നമ്മൾ കിറ്റ്കാറ്റിൻ്റെ പരസ്യത്തിലൊക്കെ കേട്ടിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്, ടേക്ക് എ ബ്രേക്ക്. എങ്ങനെ പറയാം? ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, ഒരു ബ്രേക്ക് എടുക്കൂ. ടേക്ക് എ ബ്രേക്ക്. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ടേക്ക് എ ബ്രേക്ക്.
എന്നിട്ട് ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത്. ഓക്കെ, അപ്പോൾ ചില ആളുകൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. രാവിലെ ഓഫീസിൽ പോകും അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്താണ് കാര്യങ്ങൾ ചെയ്യാമെന്നൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. ചില പിള്ളേരുകൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയും, ദേ ഒന്ന് ദിവസത്തെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യും എന്ന് പറയും. കുട്ടികളോടൊക്കെ പറയാൻ പറ്റിയ നല്ലൊരു സെൻറ്റൻസ് ആണ്. അല്ലെങ്കിൽ മുതിർന്നവരോടൊക്കെ പറയാം. എങ്ങനെയാണെന്ന് പറയാമെന്ന് പറയൂ, പ്ലാൻ യുവർ ഡേ. എങ്ങനെ പറയാ, പ്ലാൻ യുവർ ഡേ. എന്നിട്ട് ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത്, പ്ലാൻ യുവർ ഡേ. ഓക്കെ, പ്ലാൻ യുവർ ഡേ. നാളെ നമ്മൾ ട്രിപ്പ് പോലെ ഒന്ന് പ്ലാൻ ചെയ്യും, പ്ലാൻ യുവർ ഡേ എന്നൊക്കെ നമുക്ക് പറയാം. ഇനി നമ്മൾ 10ാമത്തെ സെൻറ്റൻസ് നോക്കാൻ പോവാണ്. കാലാവസ്ഥ ഒന്ന് ചെക്ക് ചെയ്ത്. കാലാവസ്ഥ, നമ്മളിപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോവാണ്. അപ്പം മഴയുണ്ടോ അല്ലെങ്കിൽ വേറെ എന്താ കാലാവസ്ഥ എന്നൊക്കെ നമുക്ക് അറിയണം. അപ്പം നമ്മൾ പറയുകയാണ്, മൊബൈലിൽ ആ വെതർ ഒന്ന് ചെക്ക് ചെയ്തേ, കാലാവസ്ഥ ഒന്ന് ചെക്ക് ചെയ്തേ എന്ന് പറയാണ്. കാലാവസ്ഥ ഒന്ന് ചെക്ക് ചെയ്തേ എന്നെങ്ങനെയാ പറയാം, ചെക്ക് ദ വെതർ. എങ്ങനെ പറയാം, ചെക്ക് ദ വെതർ, ചെക്ക് ദ വെതർ. പാത്രം കഴുകി, നമ്മുടെ അടുത്ത സെൻറ്റൻസ് ആണ്. പാത്രം കഴുകി. ഓക്കെ, നമ്മുടെ വീട്ടിലുള്ളവരോട് പറയണം, ഇനി ആ പാത്രം ഒന്ന് കഴുകി. ഒരുപാട് പാത്രം ഇങ്ങനെ കുന്നുകൂടി ഇട്ടേക്കാണ്. അപ്പോൾ പറയണം പാത്രം കഴുകുക എന്ന് പറയാണ്. എങ്ങനെ പറയാം, ഡു ദ ഡിഷസ്, ഡു ദ ഡിഷസ്. ഓക്കെ, പാത്രം കഴുകുക എന്നുള്ളത് എങ്ങനെയാണ്, ഡു ദ ഡിഷസ്. ഓക്കെ, അപ്പോൾ പാത്രം കഴുകുക എന്ന് പറയാനായിട്ട് ഡു ദ ഡിഷസ് എന്ന് വേണം പറയാനായിട്ട്. കുറച്ച് സാധനങ്ങൾ മേടിക്കണം, വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കണം. അതായത് നമ്മൾ ഈ പരിപ്പ് കടല സാധനങ്ങളൊക്കെ നമ്മൾ അതിനെന്താ പറയാ, ഗ്രോസറീസ് എന്നാണ് പറയാ, ഗ്രോസറീസ്. ഓക്കെ, അപ്പൊ കുറച്ച് ഗ്രോസറി മേടിക്കണം എന്നിങ്ങനെ പറയാ, ബൈ സം ഗ്രോസറീസ്. എങ്ങനെയാ പറയാ, ബൈ സം ഗ്രോസറീസ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കാൻ, ബൈ സം ഗ്രോസറീസ്. ഓക്കെ, അപ്പോൾ ഭാര്യമാർക്കൊക്കെ ഭർത്താക്കന്മാരോട് നാളെ രാവിലെയൊക്കെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടൊക്കെ പറയാം, ബൈ സം ഗ്രോസറീസ്. ഓക്കെ, നാളെ കുറച്ച് ഗ്രോസറി മേടിക്കണം, ബൈ സം ഗ്രോസറീസ് ടുമോറോ എന്നൊക്കെ പറയാം. ഓക്കെ, ബൈ സം ഗ്രോസറീസ്. മറക്കരുത്, നമ്മുടെ അടുത്ത സെൻറ്റൻസ് ആണോ. മറക്കരുത് എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം, ഡോണ്ട് ഫൊർഗെറ്റ്. എങ്ങനെ പറയാം, ഡോണ്ട് ഫൊർഗെറ്റ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഡോണ്ട് ഫൊർഗെറ്റ്. ഓക്കെ, മറക്കരുത്. ഒരു ദീർഘനിശ്വാസം എടുത്ത്, ഒരു ദീർഘശ്വാസം എടുത്ത് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. എങ്ങനെ പറയാ, ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഓക്കെ, ഒരു ദീർഘനിശ്വാസം എടുക്കുക, ഒരു ദീർഘശ്വാസം എടുക്കുക, ടേക്ക് എ ഡീപ് ബ്രെത്ത്. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുക, പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലെ മക്കൾ ഒരു സാധനം തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പറയണം പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കടാ. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് പറയണം പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കടാ എന്ന് പറയണം. എങ്ങനെ പറയാം, ലേൺ സംതിങ് ന്യൂ. ഓക്കെ, എങ്ങനെ പറയാം, ലേൺ സംതിങ് ന്യൂ. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുക എന്നെങ്ങനെ പറയാം, ലേൺ സംതിങ് ന്യൂ. കുറച്ച് വിശ്രമം എടുക്കുക. നമ്മൾ നേരത്തെ ബ്രേക്ക് എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഇപ്പം നമ്മൾ പറയണം കുറച്ച് വിശ്രമം എടുക്കുക, വിശ്രമിക്കുക, കുറച്ച് നേരം വിശ്രമിക്കുക എന്ന് പറയാം. ഓക്കെ, ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ പറയാം ഗെറ്റ് സം റെസ്റ്റ്. എങ്ങനെ പറയാം, ഗെറ്റ് സം റെസ്റ്റ്. ഓക്കെ, കുറച്ച് റെസ്റ്റ് എടുക്കുന്ന എങ്ങനെ പറയാം, ഗെറ്റ് സം റെസ്റ്റ്. കറക്റ്റ് സമയത്ത് വരണം കേട്ടോ, കറക്റ്റ് സമയത്ത് വരണം. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട്, റിലേറ്റീവ്സിനോട് അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടൊക്കെ പറയും കറക്റ്റ് സമയത്ത് എത്തണം കേട്ടോ. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ പിള്ളേരോട് പറയും കറക്റ്റ് സമയത്ത് എത്തണം. കറക്റ്റ് സമയത്ത് എത്തുക എന്ന് എങ്ങനെയാ പറയാം, ബി ഓൺ ടൈം. എങ്ങനെ പറയാ, ബി ഓൺ ടൈം, ബി ഓൺ ടൈം. ഒരു തീരുമാനം എടുക്കുക. ചില ആളുകൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരു ഡയലോഗാണ് ഒരു തീരുമാനം എടുക്കുക. തീരുമാനം എടുക്കുന്നത് എങ്ങനെയാ പറയാം, മേക്ക് എ ചോയ്സ്. ഓക്കെ, മേക്ക് എ ചോയ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം മേക്ക് എ ഡിസിഷൻ എന്നും പറയാം. ഓക്കെ, മേക്ക് എ ഡിസിഷൻ എന്നും പറയാം, മേക്ക് എ ചോയ്സ് എന്നും നമുക്ക് പറയാം. കുറച്ച് ദയവ് കാണിക്കുക അല്ലെ, കുറച്ച് ദയവ് കാണിക്കുക. ചില സമയത്ത് നമ്മൾ തന്നെ പറയാറുള്ള ഡയലോഗാണ്. ചില ആളുകളോട് ദയവ് കാണിക്കാൻ ചില ആളുകളോട് നമ്മൾ ആവശ്യപ്പെടാറുള്ള കാര്യമാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ പറയുന്ന ഒരു ഡയലോഗാണ് കുറച്ച് ദയവ് കാണിക്കുക. എങ്ങനെയാ പറയാ, ഷോ സം കൈൻഡ്നെസ്, ഷോ സം കൈൻഡ്നെസ്. എങ്ങനെയാണ് പറയാ, ഷോ സം കൈൻഡ്നെസ്. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, ഷോ സം കൈൻഡ്നെസ്. ഇനി നമ്മൾ 20ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. വളരെ സിമ്പിളാക്ക്, വളരെ സിമ്പിളാക്ക്. ഓക്കെ, അപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ പറയുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ഒക്കെ ആയിട്ട് എഴുതും. ചില പ്രവൃത്തികൾ ചെയ്യാൻ പറയും, ഒരാൾക്കും പിടുത്തം കിട്ടാത്ത രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഒന്ന് സിമ്പിളാക്കുന്നേ, ഒന്ന് സിമ്പിളാക്ക്, വളരെ സിമ്പിളാക്ക്. എങ്ങനെയാണ് നമ്മൾ പറയാ, കീപ്പ് ഇറ്റ് സിമ്പിൾ. എങ്ങനെയാ പറയാ, കീപ്പ് ഇറ്റ് സിമ്പിൾ, കീപ്പ് ഇറ്റ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഭയങ്കര കോംപ്ലക്സ് ഒക്കെ ആക്കിയിട്ട് വരുമ്പോൾ പറയാം എൻ്റെ പൊന്നു സുഹൃത്തെ കീപ്പ് ഇറ്റ് സിമ്പിൾ, ഒന്ന് സിമ്പിളാക്ക് എന്ന് പറയാം. തെറ്റുകളിൽ നിന്ന് പഠിക്കും, തെറ്റുകളിൽ നിന്ന് പഠിക്കും. ഒരാൾ ഒരു ഫെയിലിയർ ആയിട്ടൊക്കെ നിൽക്കും അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ഒക്കെ വന്ന് നിൽക്കും, ആളെ ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറയാം ഇതൊന്നും സാരില്ല, തെറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാമല്ലോ, തെറ്റുകളിൽ നിന്ന് പഠിക്കൂ എന്നൊക്കെ പറയാം. ഓക്കെ, ഇങ്ങനെ പറയാം ലേൺ ഫ്രം മിസ്റ്റേക്സ്. എങ്ങനെ പറയാ, ലേൺ ഫ്രം മിസ്റ്റേക്സ്. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കാൻ, ലേൺ ഫ്രം മിസ്റ്റേക്സ്.
തെറ്റുകളിൽ നിന്ന് പഠിക്കൂ. ചെറിയ വിജയങ്ങൾ പോലും ആസ്വദിക്കും അല്ലേ? നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടായാലാണ് നമ്മൾ ആസ്വദിക്കുകയുള്ളൂ. നമുക്ക് ചെറിയ വിജയങ്ങൾ ഉണ്ടായാൽ പോലും ആസ്വദിക്കണം എന്നാണ് പറയുക. അപ്പോഴാണ് നമുക്ക് വലിയ വിജയത്തിലേക്ക് നടക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ചെറിയ വിജയങ്ങൾ ആസ്വദിക്കൂ എന്നെങ്ങനെയാ പറയാ? എൻജോയ് സ്മോൾ വിക്ടറീസ്. ഓക്കെ, ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കുന്ന എങ്ങനെയാ പറയാ? എൻജോയ് സ്മോൾ വിക്ടറീസ്. എൻജോയ് സ്മോൾ വിക്ടറീസ്. നന്ദി കാണിക്കണം. നന്ദി കാണിക്കും അല്ലേ? നമ്മളെപ്പോഴും, ഞാൻ എൻ്റെ വിവിധ സെഷൻസിലൊക്കെ പറയാറുള്ളതാണ്, നന്ദി കാണിക്കണം. ഓക്കെ, നന്ദി കാണിക്കൂ എന്നിങ്ങനെ പറയാം. ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. നീ നിന്റെ നന്ദി കാണിക്കുക എന്ന് പറയാണ് ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് കേട്ടോ. ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. ജീവിതം അത് അമൂല്യമാണ്. ഇപ്പം നമ്മൾ കുറച്ച് വാക്കുകളായിട്ട് നമ്മൾ പഠിക്കുന്നത് മുഴുവൻ വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പഠിച്ച അവസാനത്തെ 4-5 സെൻറ്റൻസസ് ഒക്കെ വളരെയധികം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജീവിതം അമൂല്യമാണ് എന്ന് പറയാണ്. ജീവിതം അമൂല്യമാണ്. നമുക്ക് ഉപദേശിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല സെൻറ്റൻസ് ആണ്. ഇംഗ്ലീഷിൽ ഇത് ഇങ്ങനെ പറഞ്ഞേക്കണം, ലൈഫ് ഇസ് പ്രഷ്യസ്. എങ്ങനെയാണ് പറയാ? ലൈഫ് ഈസ് പ്രഷ്യസ്. എങ്ങനെയാണ് പറയാ? ലൈഫ് ഈസ് പ്രഷ്യസ്. ഇനി നമ്മൾ അവസാനത്തെ 25ാമത്തെ സെന്റൻസിലേക്ക് പോവാണ്. സഹായത്തിനായിട്ട് വിളിക്കൂ. സഹായത്തിനായി വിളിക്കൂ. എങ്ങനെ പറയാ? കോൾ ഫോർ ഹെൽപ്പ്. ഓക്കെ, കോൾ ഫോർ ഹെൽപ്പ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പറയണം, എന്തായാലും സഹായം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോട്ടോ എന്ന് പറയണം. കോൾ ഫോർ ഹെൽപ്പ്. ഓക്കെ, കോൾ ഫോർ ഹെൽപ്പ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായം ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ. നിങ്ങളുടെ ലാംഗ്വേജിനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തിക്കും. പേഴ്സണൽ ട്രെയിനേഴ്സിനോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. എല്ലാ ദിവസവും 25 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. നമുക്ക് മനോഹരമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഹോംവർക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിച്ച 25 സെൻറ്റൻസസിൽ വളരെ ഷോർട്ടായിട്ടുള്ള, സിമ്പിളായിട്ടുള്ള, സ്വീറ്റ് ആയിട്ടുള്ള, വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള, ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന സെൻറ്റൻസസ് ആണ് നമ്മൾ പഠിച്ചത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 സെൻറ്റൻസസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊരു ലേണിംഗ് പ്രാക്ടീസിന് കൂടെ വേണ്ടിയിട്ടാണ് 5 സെൻറ്റൻസസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങളെപ്പോലെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. നമ്മൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണ പോലെ നമ്മുടെ ചുറ്റിനുള്ള എല്ലാവരും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്കും കൂടി അടിച്ചേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിങ്ടോ.